പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ്, രേഖകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണേ ചെയ്യേ. രേഖകൾ കയ്യിലില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് നിങ്ങൾ ആ രേഖകൾ നിങ്ങളുടെ കയ്യിൽ ഓർക്കുക. ചിലപ്പോൾ മാർക്ക് ലിസ്റ്റ് ആകും, ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് ആകും, ചിലപ്പോൾ ഹോൾ ടിക്കറ്റ് ആകും, ചിലപ്പോൾ പ്രമാണമാകും, ചിലപ്പോൾ നക്കലാകും, ചിലപ്പോൾ പറമ്പ് തരം മാറ്റാനുള്ള അപേക്ഷയാകും, ചിലപ്പോൾ നിങ്ങൾക്ക് വീടിന് നമ്പർ കിട്ടാൻ വേണ്ടിയുള്ള പ്രയാസത്തിൻ്റെ അതിനുള്ള അപേക്ഷ. എല്ലാം മനസ്സുകൊണ്ട് ഓർക്കുക. ആ രേഖകൾ ലഭിക്കാൻ ആവശ്യമായ രേഖകൾ വിസയുടെ രേഖകളാകാം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ രേഖകളാകാം, അല്ലെങ്കിൽ വിസ ഇൻ്റർവ്യൂ ആകാം. എല്ലാം രേഖകൾ മനസ്സിൽ ഓർക്കുക. നിങ്ങളുടെ ഫയലിലുള്ള മുഴുവൻ രേഖകൾ നിങ്ങൾ ആരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ, വില്ലേജ് ഓഫീസർ തൊട്ട് കളക്ടർ വരെ, മന്ത്രി വരെ, നിങ്ങളുടെ ഓരോരോ കമ്പനികളിൽ CEO വരെ, ബോസ് വരെ സമർപ്പിക്കാനുള്ള എല്ലാ രേഖകളും മനസ്സിൽ സൂക്ഷിക്കുക. കർത്താവേ, അങ്ങനെ മക്കളുടെ രേഖകൾ ഞാനിന്ന് പ്രാർത്ഥിക്കുകയാണ്. ചിലക്ക് രേഖകളില്ല, ചിലക്ക് നഷ്ടപ്പെട്ടു, ചിലക്ക് കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ, സമയത്ത് കിട്ടണില്ല. അങ്ങനെയുള്ള എല്ലാ രേഖകളും, ചിലക്ക് രേഖ കൊടുക്കണില്ല, മനഃപൂർവ്വം കൊടുക്കണില്ല, കൈക്കൂലി ഇല്ലാത്തവന് കൊടുക്കണില്ല, അല്ലെങ്കിൽ അവരുടെ ആയിട്ടുള്ള വൈകല്യങ്ങളുള്ളതുകൊണ്ട് കൊടുക്കണില്ല, അല്ലെങ്കിൽ വേറെ താല്പര്യങ്ങളുള്ളതുകൊണ്ട് കൊടുക്കണില്ല. അങ്ങനെയുള്ള പൈശാചികമായ തടസ്സങ്ങൾ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ ശക്തിയാൽ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിന്റെ മുഴുവൻ രേഖകളെ അതിൻ്റെ തടസ്സങ്ങൾ വിടുവിക്കുകയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമ്മുടെ ധൂർത്തപുത്രന്റെ പുനർവായനയാണ്. ധൂർത്തപുത്രന്റെ പുനർവായനയിൽ എന്നെ സ്വാധീനിച്ച ധൂർത്തപുത്രന്റെ തിരിച്ചുവരവിൻ്റെ ഏറ്റവും വലിയ വെച്ചാൽ ഒരു കുതിരപ്പവൻ കൊടുക്കാൻ പറ്റിയ ഒരു സംഭവമുണ്ട് എൻ്റെ അടുത്ത്. എന്താണെന്നറിയാമോ? അവൻ തിരിച്ചു വരാൻ തീരുമാനിച്ചതാ. എന്താ അതിനെക്കുറിച്ച് ബൈബിൾ പറഞ്ഞെന്ന് നോക്കിയേ. ലൂക്കാ 15:18. ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകും. എന്റെ പിതാവിന്റെ അടുക്കിലേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. അതായത് ഇപ്പോഴും ആളിന് അസ്തമിക്കാത്തൊരു സംഭവമുണ്ട്. ധൂർത്തപുത്രൻ്റെ ആത്മാവിന് അസ്തമിക്കാതെ കിടക്കുന്ന ഒരു സംഭവമുണ്ട്. എന്താണ്? പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ. അത് ശരിക്കും നമ്മൾ അംഗീകരിക്കേണ്ട സംഭവമാണ്. നമ്മൾ എന്ത് പാപാവസ്ഥ, ഇപ്പം എന്തെല്ലാം പാപാവസ്ഥയിൽ മനുഷ്യൻ ജീവിക്കുന്നു.
ഇല്ലേ? പക്ഷേ ചില ആൾക്കാർ മാത്രമേ ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്തണുള്ളൂ. എന്താണ്? അവർക്ക് എൻ്റെ അപ്പൻ എന്നെ എപ്പോഴായാലും സ്വീകരിക്കും, എൻ്റെ അപ്പൻ കരുണയുള്ളവനാണ് എന്ന് മനസ്സിൽ ചിന്തിച്ചിട്ട് ഇനിയുള്ള കാലമെങ്കിലും വിശുദ്ധിയോട് ജീവിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി, അപ്പൻ്റെ കൂടെ ജീവിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി അയാൾക്ക് തിരിച്ചു വരാനുള്ളൊരു മനസ്സുണ്ട്. അത് അസ്തമിക്കാത്ത അപ്പൻ്റെ സ്നേഹം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ സ്നേഹം അസ്തമിക്കാത്തത് കൊണ്ടാണ്. എൻ്റെ ദൈവവേദനെ നമുക്ക് നമ്മുടെ ആത്മാവിൽ അസ്തമിക്കാതിരിക്കേണ്ട ഒരു കാര്യം അപ്പനെക്കുറിച്ചുള്ള സ്നേഹം, അപ്പൻ്റെ സ്നേഹം തന്നെയാണ്. അപ്പൻ്റെ സ്നേഹം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം എവിടെ വെച്ച് അസ്തമിക്കുന്നു, അപ്പം നമ്മൾ അസ്തമിച്ച് തിരികെയുള്ളൂ. ഈ ധൂർത്തപുത്രൻ്റെ ഒരു വിജയവതാണ്. അവൻ ഏത് അവസ്ഥയിലാണെങ്കിലും അപ്പൻ്റെ സ്നേഹം അസ്തമിച്ചിട്ടില്ലാത്ത ആത്മാവ്, ഇനിയും പ്രതീക്ഷയ്ക്ക് വകയുള്ള ആത്മാവ്, തിരിച്ചു വരാൻ ഒരു ബാല്യമുള്ള ആത്മാവ്. അവൻ എഴുന്നേറ്റെന്ന് പറയണം, അല്ല നിരങ്ങി തീട്ടിവിടുകയല്ല. അവൻ എഴുന്നേറ്റ്. അപ്പൻ്റെ സ്നേഹമാണ്, അവൻ്റെ ആത്മവിശ്വാസമാണ് അവൻ്റെ എഴുന്നേൽപ്പിൻ്റെ കാരണം. ഇതിലെ നീയും ഏതെങ്കിലും ഒരു തിന്മയിൽ വീണ് കിടക്കുകയാണെങ്കിൽ നീ എഴുന്നേക്കാൻ നോക്കണം. അപ്പൻ്റെ സ്നേഹത്തിലെ അസ്തമിക്കാത്ത സ്നേഹം, നിൻ്റെ ആത്മാവിലുള്ള അപ്പൻ്റെ അസ്തമിക്കാത്ത സ്നേഹത്തിൽ ആശ്രയിച്ചു കൊണ്ട് നീ എഴുന്നേൽക്കണം. അതല്ല പിന്നീട് എന്താ? ധൂർത്തപുത്രൻ നല്ലവരാണെന്ന് ഞാൻ പറയും. അവന് കുറേ ക്വാളിറ്റീസ് ഉണ്ട്. ഈ കാലഘട്ടത്തിൽ ഇല്ലാത്ത കുറേ ക്വാളിറ്റീസ് ഉണ്ട്. ഈ കാലഹരണപ്പെട്ടു പോയൊരു ക്വാളിറ്റീസ് ഉണ്ട്, ആത്മാവിൻ്റെ ഗുണങ്ങൾ. മനുഷ്യരാശിയിൽ കാലഹരണപ്പെട്ടു പോയ ആത്മാവിൻ്റെ ഗുണങ്ങൾ ഉള്ളൊരു വ്യക്തിയാണ് അയാൾ. എന്താ അയാൾക്ക് ദുരഭിമാനമില്ല. ദുരഭിമാനം എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. ഒരു മനുഷ്യനെ പിശാച് പൂർണ്ണമായി ആവേശിച്ച് കഴിയുമ്പോൾ, അടിമയാക്കി കഴിയുമ്പോൾ അവന് ഉണ്ടാകുന്ന ഒരു ബോധമാണ് ദുരഭിമാനം. ഇത് ജോസഫിൻ്റെ വേർഷനാണ്, നിങ്ങളെല്ലാം അതിൻ്റെ മുഴുവനായിട്ട് ഉൾക്കൊള്ളണമെന്നില്ല. എന്നാലും ഈ ദുരഭിമാനം ഭയങ്കരമാണ്. എന്താ കഴിഞ്ഞാൽ പണ്ട് ഇപ്പോൾ ചില ആൾക്കാർക്ക് 18 വയസ്സുണ്ടാകുമല്ലോ, 18, 17 ഒക്കെ ആകുമ്പോൾ അവരിങ്ങനെ ഒരു പഴുതാര മീശയൊക്കെ വെച്ച് ഒരു മുളുകാനൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് തോന്നുന്നു അവരാരോ ബുദ്ധിജീവിയാണെന്ന് തോന്നും. പിന്നെ ആൾക്കാരെന്നാ ചെയ്യണം? വ്യത്യസ്തനാകാൻ വേണ്ടി നോക്കും. ഇപ്പം എല്ലാവരും പള്ളിയിൽ പോകണേ, ഞാൻ പള്ളിയിൽ പോകണില്ല, അപ്പം ഞാൻ വ്യത്യസ്തനായി. എന്തെല്ലാം കുതറത്തരമാണ് മനുഷ്യൻ ഈ വ്യത്യസ്തനാകാൻ വേണ്ടി കാണിക്കുന്നത്. അതുപോലെ ഒരു വാദമാണ് നിരീശ്വരവാദം. എല്ലാവരും വിശ്വസിക്കുമ്പോൾ, എല്ലാവരും ദൈവത്തെ വിശ്വസിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞാൻ വ്യത്യസ്തനായി. എന്നിട്ട് ഈ ബുദ്ധിജീവികളെപ്പോലെ ഓരോരോ എവിടെയെങ്കിലും നിന്നൊക്കെ കേട്ട കാര്യങ്ങളൊക്കെ കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ട് മറ്റുള്ള ഇവൻ്റെ ഈ ഇരുട്ടിൻ്റെ കാലത്ത് ഇവൻ മറ്റുള്ളവരുടെ വിശ്വാസം കളഞ്ഞെടുക്കും. കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ വെറും ദൈവത്തെ കണ്ടിട്ടുണ്ടെന്നൊക്കെ ചോദിക്കും. എൻ്റെ ദൈവത്തെ കാണാതെ കർത്താവ് എന്താ പിരിയുമ്പോൾ പറയണത്? കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. എനിക്കാ ഭാഗ്യം ഇല്ലാതെയായിപ്പോയി. ഞാൻ ഇന്ന് അമ്മയെ ഞാൻ നേരിട്ട് കണ്ടതല്ലേ, അപ്പോൾ ഞാൻ ഓർക്കും ദൈവമേ കണ്ടത് വലിയ അനുഗ്രഹമായിപ്പോയി. അതിൻ്റെ പേരിൽ അമ്മ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായി ഉടമ്പടി തന്നു. ലക്ഷക്കണക്കിന് മനുഷ്യർ കുടുംബത്തിൽ ജീവിത വിശുദ്ധീകരണവും സുവിശേഷ സാക്ഷ്യം സംഭവിച്ചു. പക്ഷേ എന്നാലും കാണുമ്പോൾ ഉണ്ടാകുമ്പോൾ ഒരു വിഷയം, ആ ഫസ്റ്റ് ലെവലുണ്ടല്ലോ, കാണാതെ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ പേരിൽ ജീവിക്കണ ഒരു കോടിക്കോടി തലമുറകളുണ്ട് ഇവിടെ. അവരൊക്കെ ഈശോ ബ്ലെസ് ചെയ്തിട്ടുണ്ട്. അവസാനം അവരെ ബ്ലെസ് ചെയ്തിട്ടുകൊണ്ടാണ് അവൻ സ്വർഗാരോഹണം ചെയ്യണത്. വീണ്ടും വരുമ്പോൾ കാണാമെന്നും പറഞ്ഞു. അത് വല്ലാത്ത പുറത്തിലാണത്. അവനെ അവസാനം ഈശോ ബ്ലെസ് ചെയ്യണത് ആരെയാണ് ബ്ലെസ് ചെയ്യണത്? കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നും പറഞ്ഞ് അവൻ മറഞ്ഞു പോകുമ്പോൾ അവൻ്റെ മനസ്സിലുള്ള എന്താണ്? കാണാതെ വിശ്വസിക്കുന്നവർക്കെല്ലാം ഞാൻ വീണ്ടും വരുമ്പോൾ കാണാമെന്നും പറഞ്ഞ ഞാൻ പോണത്. അപ്പം ആ ഒരു ചിലർ ഈ കാണാതെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് വരണമെന്നാണ് ഈശോ അവസാനം പറഞ്ഞത്. പക്ഷേ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ഈ വിശ്വാസം ഇല്ല എന്നും പറഞ്ഞുകൊണ്ട്, വിശ്വാസം ഉള്ളിലുണ്ടാവും, പക്ഷേ താൻ വ്യത്യസ്തനാകാൻ വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ വിശ്വാസം തള്ളിപ്പറയും. പിന്നെ കച്ചവടക്കാരും വിശ്വാസം തള്ളിപ്പറയും. ഓട്ടോറിക്ഷക്കാരും ചില ആൾക്കാർ എല്ലാ ദൈവങ്ങളെയും വെച്ചേക്കല്ലേ, ഏത് ദൈവങ്ങളായാലും കുഴപ്പമില്ല, എൻ്റെ വണ്ടിയൊക്കെ അറിയാൻ മതി എന്നുള്ള അത് കച്ചവടമാണത്. അതുപോലെ തന്നെ എല്ലാവരുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവും. ഇപ്പം സിനിമാ നടന്മാരും പാട്ടുകാരും ഒക്കെ ദൈവത്തെ തള്ളി പറയുന്നവരുണ്ട്.
എന്നിട്ട് എല്ലാ ഡയറക്ടേഴ്സ് എവിടെ നിന്നാണ് കൂടുതൽ പൈസ കിട്ടുന്നത് അവരിലേക്ക് ചാഞ്ഞ് നിൽക്കും. കച്ചവടമാണ്. കച്ചവടം ചെയ്യുന്നവരുടെ പ്രലോഭനം എന്ന് പറഞ്ഞാൽ നിസ്സാര പ്രലോഭനമൊന്നും അല്ലത്. തങ്ങളുടെ മറ്റുള്ള പൊതുജനങ്ങളുടെ മുമ്പിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങളും സ്വീകാര്യമാകാൻ വേണ്ടിയും അതിൻ്റെ ലാഭവിഹിതം കിട്ടാൻ വേണ്ടിയും ദൈവത്തെ തള്ളിപ്പറയുന്ന ആൾക്കാരുണ്ട്. അത് അവന്മാർ പറയുന്ന അവന്മാരുടെ കച്ചവട താല്പര്യങ്ങൾ പറയുന്നത് കേട്ടിട്ട് ദൈവത്തിൽ നിന്ന് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ പോയി കഴിഞ്ഞ് ചില ആൾക്കൊക്കെ തിരിച്ചു വരാൻ പറ്റത്തില്ല. അതെന്താണ്? തങ്ങൾ തള്ളിപ്പറഞ്ഞതല്ലേ ഇനി തിരിച്ചു വരുമ്പോൾ നാട്ടുകാർ ചോദിക്കത്തില്ലേ, എടാ ഞങ്ങൾ അന്ന് നിന്നോട് പറഞ്ഞില്ലടാ, ഇപ്പം നാണം കെട്ട് നീ തിരിച്ചു വരേണ്ടി വന്നില്ലേ എന്ന് പറയുമ്പോൾ അവർ ക്ഷീണം. അതിനെന്ത് അവൻ ദുരഭിമാനം കൊണ്ട് ചൂണ്ട ഈ ദുരഭിമാനി എന്ന് പറഞ്ഞാൽ ചൂണ്ടയെ പിടിച്ച മീനിനെ പോലെയാണ്. ചൂണ്ട കൊളുത്ത് ദുരഭിമാനം ചൂണ്ടയാണ്. അതാ അവനെ കൊണ്ട് പോകത്തുള്ളൂ. ചില ആൾക്കാർ ഇടവപ്പള്ളിയിൽ പണ്ട് ഇടവപ്പള്ളി കയറത്തില്ല, അവിടെ ഈശ്വരവാദിയായിട്ട് അഭിനയിക്കും. പക്ഷേ ഉള്ളിൽ വിശ്വാസമുള്ളതുകൊണ്ട് വേറെ പള്ളികളിൽ പോയി കയറും. എല്ലാം ദുരഭിമാനത്തിൻ്റെ വിഷയമാണ്. ചില പ്രഖ്യാപിത നിരീശ്വരവാദികൾ ഭർത്താവ് പള്ളിയിലൊക്കെ കല്യാണമൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിൽ ചെല്ലുമ്പോൾ ആദ്യ രാത്രി ഭാര്യ പറയും, പിന്നെ എന്നെ പഠിപ്പിക്കാനും പ്രാർത്ഥിപ്പിക്കാനും വരണ്ട, ഞാൻ ആ സൈസല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇവൻ പോക്കിലായിട്ട് ജീവിക്കും, അതിൽ നീ എന്നെ ഉപദേശിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഒരു സ്വന്തം നിലപാടെടുക്കുന്നതാണ്. കുടുംബം കലക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. പക്ഷെ വിശ്വാസിയായ ഭാര്യയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് നല്ല വിശ്വാസ കരളുറപ്പുണ്ടെങ്കിൽ അവൻ്റെ അഭ്യാസമൊന്നും നടക്കത്തില്ല. അവളും പ്രാർത്ഥിച്ചും പരിശീലിപ്പിച്ചും പതുക്കെ കൊണ്ടുവരും. അത് ഓരോ കുടുംബങ്ങളിലൊക്കെ നിൽക്കുന്ന വിശ്വാസം എങ്ങനെയാണ്? അവിടുത്തെ അമ്മമാരുടെ വിശ്വാസമാണത് പിടിച്ചു നിർത്തുന്നത് ആ കുടുംബത്തെ. പക്ഷേ ഈ ധൂർത്തപുത്രൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇവന് ദുരഭിമാനം ഇല്ലെന്നുള്ളതാണ്. എൻ്റെ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്തു. ഞാനോ എന്ന് പറഞ്ഞില്ല, ഞാനോ ഇത് കേൾക്കാൻ തന്നെ എന്ത് രസമാണ്. ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു, എൻ്റെ അവസ്ഥ എന്താണ്? ഇതാണ് എൻ്റെ പ്രാർത്ഥിക്കാനുള്ള ചൈതന്യവും പോയി, വിശ്വാസവും പോയി, ദൈവവും പോയി. എനിക്കിനി എന്തെങ്കിലും ആപത്ത് വന്നാൽ പറയാൻ പോലും ആരില്ലാതെ ഇപ്പം ഞാനോ, അതാണ് അർത്ഥം, ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും, എന്നിട്ട് ഞാൻ പറയുമെന്നൊക്കെ പറഞ്ഞില്ലേ, ഏറ്റുപറച്ചിൽ കണ്ടില്ലേ? അപ്പോൾ ദുരഭിമാനം ഏതെങ്കിലും കാര്യത്തിലുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ നീ ദൈവത്തിൽ നകന്നും പ്രാർത്ഥിക്കാതെ, പണ്ട് പ്രാർത്ഥിച്ചിട്ടില്ല, ഈ കഴിഞ്ഞ ഇടവരെ പ്രാർത്ഥിച്ചിട്ടില്ല, ഇനി പ്രാർത്ഥിക്കത്തുമില്ല, ഞാനിനി പ്രാർത്ഥിച്ച അമ്മയെ ചോദിക്കത്തില്ലേ, എടാ ഞാൻ നിന്നോട് അപ്പയെ പറഞ്ഞില്ലടാ എന്ന് ചോദിക്കില്ല. അതുകൊണ്ടാണ് ഈശോ പറയണത് എന്താണെന്നറിയാമോ? എന്നിട്ട് ഇങ്ങനെ മറ്റുള്ളവരെ കളിയാക്കാതിരിക്കാൻ വേണ്ടി രഹസ്യമായിട്ട് വിശ്വാസം കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. രഹസ്യ വിശ്വാസങ്ങളൊന്നും സ്വീകാര്യമല്ല മോനെ. എന്താ കാര്യം അറിയാമോ? ഈ രഹസ്യ വിശ്വാസക്കാർ കാപട്യ വിശ്വാസക്കാരാണെന്നുള്ളത് ദൈവത്തെ അറിയാവുന്നതുകൊണ്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയാൻ ഉദ്ദേശിക്കുന്നവൻ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയണം, അപ്പോൾ എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ ഏറ്റുപറയും. അപ്പം രഹസ്യവിശ്വാസം ദുരഭിമാനം മൂലമാണ് നീ രഹസ്യവിശ്വാസം ആചരിക്കണം എന്ന് ഓർക്കണം. ഈ നോൻപ് കാലം എല്ലാ ദുരഭിമാനവും വിട്ടിട്ട് ദൈവത്തെങ്കിലേക്ക് ദൂർത്തപുത്രൻ തിരിച്ചു വന്നിട്ട് അവൻ്റെ ആശ്ലേഷത്തിൽ മുഴുകേണ്ട ഒരു കാലമാണ്. ദൈവത്തിനെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ.
ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ചെല്ലുമായിരുന്നു, എന്നും ചെല്ലും. മക്കളെയും ഭർത്താവിനെയും കുടുംബത്തിനെയും ബന്ധുക്കളെ എല്ലാവരെയും സമർപ്പിച്ച്, എല്ലാവരും എണീക്കുന്നതിന് മുമ്പ് ഞാൻ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. രാത്രിയിലും അതുപോലെ തന്നെ. അപ്പം ഞാൻ അമ്മയുടെ ഉടമ്പടി പുസ്തകം എടുത്ത് കുരിശ് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പൂശി ഉടമ്പടി പുസ്തകം എൻ്റെ നെഞ്ചോട് ചേർത്ത് എന്ന് ഞാൻ പ്രാർത്ഥിക്കും. അമ്മേ, എൻ്റെ മകനെ തിരിച്ച് നാട്ടിലേക്ക് വിടാൻ ഇടവരുത്തരുതേ, എത്രയും വേഗം അവനൊരു ജോലി നൽകി അനുഗ്രഹിക്കണമേ എന്ന്. തിരിച്ചു പോരാൻ 3 ദിവസം ബാക്കിയുള്ളപ്പോൾ പെട്ടെന്ന് അവനൊരു ഇൻ്റർവ്യൂ വന്നു. ഒരു കമ്പനിയിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലി കിട്ടി. ഇപ്പം ജോലി ചെയ്യുന്നു നല്ല രീതിയിൽ. 2019 ഞാൻ ആദ്യമായിട്ട് ദുബൈക്ക് പോയത്. എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, വീട്ടു ജോലിയായിരുന്നു. അപ്പം സാലറി വളരെ കുറവാണ്. എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ പോയത് തന്നെ. സാലറി വളരെ കുറവായിരുന്നു. അപ്പോൾ അവർ കൂട്ടിത്തരുന്നില്ല. അങ്ങനെ ഞാൻ അമ്മയോട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മയോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മേ എനിക്ക് സന്തോഷത്തോടുകൂടെ ഇവിടെ ഒന്ന് മാറി ഒരു നല്ല വരുമാനം കൂടിയ ജോലിയിലേക്ക് മാറാൻ അമ്മ എന്നെ അനുഗ്രഹിക്കണമേ എന്ന്. അങ്ങനെ ഞാൻ തിരിച്ച് മാർച്ച് 5 ഇവിടെ വന്നു. ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ച് തിരിച്ചു പോയി. മാർച്ച് 24 തീയതി വേറൊരു വീട്ടിൽ നല്ല രീതിയിൽ ഇരട്ടി സാലറിയോടുകൂടി ജോലിക്ക് കയറാൻ എനിക്ക് സാധിച്ചു. പിന്നെ എനിക്ക് 40 വർഷമായിട്ടുള്ള തലവേദനയാണ്. ഒരു തടിക്കഷ്ണം പണ്ട് എൻ്റെ തല വീണ് അത്ര എപ്പോഴും തലവേദന, വെയിൽ കൊള്ളത്തില്ല, പുറത്തിറങ്ങത്തില്ല, ശബ്ദം കേൾക്കത്തില്ല, അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടിയായിരുന്നു. ഞാനെന്നും ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കും, അമ്മയോട് പ്രാർത്ഥിക്കും, അമ്മ തന്നെ മാറ്റിത്തരണം, അല്ലാതെ ഇനി മരുന്നൊന്നും എനിക്ക് വയ്യ. ഒരുപാട് ഗുളിക എപ്പോഴും കഴിക്കുന്ന തലവേദന വന്നാൽ ചിലപ്പോൾ ഞാൻ വിചാരിക്കും രാവിലെ എല്ലാവരും എണീക്കുമ്പോഴേക്കും ഞാൻ മരിച്ചു പോകുന്നു. അതുപോലത്തെ ശക്തമായ തലവേദനയായിരുന്നു. ഇപ്പം എനിക്ക് വളരെയധികം സൗഖ്യം കിട്ടി. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ തൊടുപുഴ കരിങ്കുന്നം ലിറ്റിൽ ഫ്ലവർ നെടികാട് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞ ജനുവരി 26 തീയതിയാണ് ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. അത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു. അമ്മ ഒരു 25 വർഷത്തോളമായിട്ട് ഷുഗർ പേഷ്യൻ്റാണ്. അപ്പോൾ ഒരു 6-7 മാസം മുമ്പ് അമ്മയുടെ കാല് ചെറുതായിട്ട് തട്ടി അവിടെ ഇൻഫെക്ഷനായി. അപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റാക്കി. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ആ ഇൻഫെക്ഷനായ വശം കട്ട് ചെയ്ത് മാറ്റണമെന്ന് പറഞ്ഞു. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി ഒരു മാസത്തോളം അവിടെ അഡ്മിറ്റായിരുന്നു. അപ്പോൾ 1 മാസമായിട്ട് ഈ മുറിവ് ഉണങ്ങുന്നില്ലായിരുന്നു. മുറിവ് ഉണങ്ങുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഈ ഷുഗർ കൺട്രോളിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല. അപ്പം 1 മാസമായപ്പം അവർ ഡോക്ടറോട് പറഞ്ഞു ഡിസ്ചാർജാക്കി വീട്ടിലേക്ക് വിട്ടു. ഇത് ബാക്കി വീട്ടിൽ പോയി ഡ്രസ്സ് ചെയ്താൽ മതി, പയ്യെ ഉണങ്ങിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി അഴിച്ചു നോക്കിയപ്പം ആ സർജറി ചെയ്ത വശം വീണ്ടും ഇൻഫെക്ഷൻ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ വേറെ ഒരു ഹോസ്പിറ്റലിലേക്ക് അപ്പം തന്നെ കൊണ്ടുപോയി. അവിടെ ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞു ആ ഇൻഫെക്ഷൻ കാൽപാദത്തിൻ്റെ അവിടം വരെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ വെച്ച് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് കട്ട് ചെയ്ത് 1 മാസത്തോളം അവിടെ അഡ്മിറ്റായി. എന്നിട്ട് ഈ മുറിവ് ഉണങ്ങുന്നുണ്ടായിരുന്നില്ല, ഷുഗർ കൺട്രോളിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി നേർച്ചയായ ഉപ്പും തൈലവും ഉപയോഗിച്ച് ഞാൻ എല്ലാ ദിവസവും ഡ്രസ്സ് ചെയ്യുമായിരുന്നു. അങ്ങനെ 3-4 മാസമായിട്ട് ഉണങ്ങാണ്ടിരുന്ന മുറിവ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം 1.5 ആഴ്ച കൊണ്ട് പൂർണ്ണമായും ഉണങ്ങി. ഷുഗറും കൺട്രോളിലേക്ക് വന്നു.
ഇത് അതുപോലെ എനിക്ക് കിട്ടിയ വേറെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു 1-2 വർഷമായിട്ട് ഈശോയിലൊന്നും വിശ്വാസം ഇല്ലാണ്ട് അങ്ങനെ ജീവിച്ച ഒരാളായിരുന്നു. അപ്പോൾ ഈ മുറിവിലൂടെ എൻ്റെ വിശ്വാസം എനിക്ക് തിരികെ നൽകി ഈശോനെ അനുഗ്രഹിച്ചു. ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ക്ലാരമ്മ ജോസഫ്. ഞാൻ ആലപ്പുഴ തത്തമ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ആദ്യമായി ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നത് 2022 ഡിസംബർ 29-ാം തീയതിയാണ്. ഞാനിവിടെ വന്നതിൻ്റെ കാരണം തന്നെ എൻ്റെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും സ്വപ്നവുമായിരുന്നു ഞങ്ങൾക്കൊരു പുതിയൊരു വീട് പണിയണമെന്ന്. ഞങ്ങൾ കഴിഞ്ഞ 2022 ജനുവരിയിൽ ബാങ്കിൽ നിന്നും 25 ലക്ഷം രൂപ ലോൺ എടുത്ത് ഞങ്ങൾ ഒരു വീടിൻ്റെ പണി തുടങ്ങി. വളരെ ഭംഗിയായി വീടിൻ്റെ പണി നടക്കുന്ന സമയത്താണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ദുരന്തമെന്ന് തന്നെ പറയാം, ഏറ്റവും വലിയ വേദനയിലൂടെ ഞാൻ പോകുന്നത്. 2022 ഒക്ടോബർ 22-ാം തീയതി എൻ്റെ ഹസ്ബൻഡ് ന്യൂമോണിയ ബാധിച്ച് മരിക്കുന്നത്. ഞാനാകെ മാനസികമായും ശാരീരികമായും വളരെയേറെ ഞങ്ങൾ തകർന്നുപോയി. അദ്ദേഹത്തിൻ്റെ വേർപാട് ഞങ്ങൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഞങ്ങളുടെ ഏക ആശ്രയമായിരുന്നു അദ്ദേഹം. ഞങ്ങളങ്ങനെ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ ബാങ്കിൽ എനിക്ക് വേറെ വരുമാന മാർഗ്ഗം ഒന്നും തന്നെ ഇല്ലായിരുന്നു. എൻ്റെ ബാങ്കിൽ EMI ഒരു മാസം 23,000 രൂപ വീതം വെച്ച് ഞങ്ങൾക്ക് ബാങ്കിൽ അടയ്ക്കണം. വേറെ വരുമാന മാർഗം ഒന്നും തന്നെ ഞങ്ങൾക്ക് ഇല്ല. അങ്ങനെ എനിക്ക് ഈ ലോണിൻ്റെ കൂടെ തന്നെ ഒരു ഇൻഷുറൻസിൻ്റെ ഞങ്ങൾ ബാങ്കുകാർ എടുത്തിരുന്നു. ആ ഇൻഷുറൻസ് ലഭിക്കുന്നതിന് വേണ്ടി കമ്പനിക്ക് ഞങ്ങൾ അപേക്ഷ കൊടുത്തു. കുറേ ഡോക്യുമെൻറ്റ്സ് കൊടുക്കേണ്ടി വന്നു. പിന്നെ ചില ഡോക്യുമെൻറ്റ്സ് ഒന്നും എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഒരുപാട് തടസ്സങ്ങളായിരുന്നു എനിക്ക് അതിലൂടെ വന്നിരുന്നത്. എനിക്ക് ഓരോ ഇത് ചെല്ലുമ്പോഴും എനിക്ക് ആ ഡോക്യുമെൻറ്റ്സ് കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ആകെ തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ എൻ്റെ അമ്മയുടെ അടുക്ക്, എൻ്റെ മാതാവിൻ്റെ സന്നിധിയിൽ ഞാൻ ഈ പുണ്യഭൂമിയിൽ ഇവിടെ ഞാൻ എത്തുന്നത്. ഇവിടെ വന്നു ഞാൻ ഡിസംബർ 29-ാം തീയതി 2022 ഞാൻ ഉടമ്പടി എടുത്ത് ഞങ്ങൾക്ക് കഴിഞ്ഞ മാസം മാർച്ച് മാസം വരെയുള്ള ലോണിൻ്റെ EMI ഒരുവിധം ഞാൻ അടച്ചു. ഇനി അടുത്ത ഈ മാസം ഏപ്രിൽ 14-ാം തീയതിയാണ് അടുത്ത EMI അടയ്ക്കേണ്ടത്. എനിക്ക് അടയ്ക്കുന്നതിന് യാതൊരു നിവൃത്തിയില്ലായിരുന്നു. അങ്ങനെ കഴിഞ്ഞ മാസം ഒരു ദിവസം ഞാൻ എൻ്റെ അമ്മച്ചിയൊക്കെ പറഞ്ഞു, അമ്മ എനിക്കിനി അടുത്ത മാസം EMI അടയ്ക്കാനുള്ള യാതൊരു നിവൃത്തി എനിക്കില്ല. നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാം, നമുക്ക് ചെറിയൊരു വീട് വാടകയ്ക്കെടുത്ത് നമുക്ക് താമസിക്കാം. ഞാൻ വളരെയേറെ വേദനയോടുകൂടിയാണ് അമ്മയുടെ ഈ കാര്യം പറയുന്നത്. അതിലേറെ വേദനയിലൂടെയാണ് എൻ്റെ അമ്മ ഇത് കേൾക്കുന്നതും. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, എൻ്റെ മോളുടെ ഏറ്റവും വലിയ സ്വപ്നവും ആഗ്രഹമായിരുന്നു ആ വീട്. അത് വിട്ടുകൊടുക്കാൻ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. പക്ഷേ അതിനി തുടർന്നടയ്ക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുമായിരുന്നു. അന്ന് രാത്രി ഞാൻ മാതാവിൻ്റെ അടുക്കൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. ഞാൻ അമ്മയുടെ ഞാൻ പറഞ്ഞു, അമ്മ സഞ്ചാരി മാതാവല്ലേ, അമ്മയെ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇനി രക്ഷ. അമ്മ ഇനി എൻ്റെ കാര്യങ്ങൾ അമ്മ ഏറ്റെടുക്കുക, ഞങ്ങളുടെ ജീവിതത്തിലോട്ട് അമ്മ കടന്നു വന്ന് എൻ്റെ ഈ പ്രശ്നത്തിൽ നിന്ന് എൻ്റെ അമ്മേനെ രക്ഷിക്കുക എന്ന് ഞാൻ വളരെയേറെ വിഷമത്തോടെ എൻ്റെ അമ്മയുടെ പറഞ്ഞു. അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങിയപ്പോൾ എൻ്റെ അമ്മ മാതാവ് എന്നെ ഒരു സ്വപ്നം കാണിക്കുകയാണ്. ഞങ്ങളുടെ വീട് നിൽക്കുന്ന ഭാഗത്ത് വലിയ ഉരുൾപൊട്ടലുണ്ടായി. അവിടെയുള്ള മറ്റുള്ള വീടുകളൊന്നും ഞാൻ കാണുന്നില്ല, എൻ്റെ വീട് മാത്രം നിൽക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്ത് എൻ്റെ മാതാവ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, ഇത് ആരുടെ വീടാണ്? അപ്പോൾ എൻ്റെ മാതാവ് പറയുന്നത് അത് നിൻ്റെ വീടാണ്. പിന്നെ ഞാൻ നോക്കുമ്പോൾ കാണുന്നത് ഒരു ചുറ്റിക പോലെയുള്ള വലിയൊരു ഇരുമ്പിൻ്റെ ഒരു വടിയുമായിട്ട് വന്ന് ഞങ്ങളുടെ വീടിൻ്റെ പില്ലറൊക്കെ പൊട്ടിക്കാൻ ശ്രമിക്കുന്നു. അന്നേരം ഞാൻ മാതാവിൻ്റെ അന്നേരം മാതാവ് അവരോട് പറയുന്നു, ഒന്നും ചെയ്യണ്ട, അത് പൊട്ടത്തില്ല, ആ വീട് എന്നും നിലനിൽക്കും, ആ വീടിന് ഒന്നും സംഭവിക്കില്ല എന്ന് എൻ്റെ അമ്മ പറയുന്നു. പിറ്റേ ദിവസം ഞാൻ വളരെയേറെ സന്തോഷത്തോടു കൂടി ഞാൻ എഴുന്നേറ്റ് എൻ്റെ അമ്മച്ചിയൊക്കെ പറഞ്ഞു, അമ്മ നമുക്ക് ഇൻഷുറൻസിൻ്റെ ക്ലെയിം കിട്ടും, നമ്മുടെ വീട് നമുക്ക് നഷ്ടപ്പെടുത്തില്ല, മാതാവ് നമ്മുടെ കാര്യം ഏറ്റെടുത്തു, അമ്മ നമ്മുടെ കാര്യം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ ഈ ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യവും ഞാൻ വളരെയേറെ ഭംഗിയായിട്ട് ഞാൻ നോക്കി. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർബാന കൂടി കുമ്പസരിച്ചു.
പിന്നെ കാരുണ്യപ്രവൃത്തികൾ മാത്രമായിരുന്നു ഇച്ചിരി ഞാൻ ചെയ്യാൻ പുറകോട്ട് പോയത്. അപ്പോൾ എൻ്റെ തടസ്സങ്ങൾക്ക് കാരണം മനസ്സിലാക്കി ഞാൻ പിന്നെ കാരുണ്യപ്രവൃത്തികൾ ചെയ്തു. ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പത്രം വാങ്ങിച്ച് ഓരോ വീടുകളിലും കൊണ്ട് കൊടുക്കും. കൂടുതലും അന്യമതക്കാർക്കാണ് കൊടുക്കുന്നത്. എന്നിട്ട് അവിടെ ഇരുന്ന് എൻ്റെ മാതാവിനെ പറ്റി, മാതാവ് തരുന്ന കൃപകളെ പറ്റി അവരുടെയൊക്കെ സംസാരിച്ചുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഒരുപാട് പേർക്ക് വിശ്വാസമായി അവരിവിടെ ഉടമ്പടി എടുക്കാനും മാതാവിൻ്റെ സന്നിധിയിൽ വരാനും വേണ്ടി ആഗ്രഹിക്കുന്നു. അങ്ങനെ കഴിഞ്ഞ മാർച്ച് 29-ാം തീയതി ഞങ്ങൾക്ക് ഉടമ്പടി പുതുക്കേണ്ട ദിവസമായി. ആ 29-ാം തീയതിയുടെ തലേ ദിവസം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഞങ്ങൾ ഓൺലൈൻ വഴി കൂടുമായിരുന്നു, ഞാനും അമ്മച്ചിയും കൂടെ. അപ്പോൾ രോഗി സൗഖ്യത്തിനായിട്ടുള്ള പ്രാർത്ഥന ഇടയ്ക്ക് അച്ഛൻ പറയുന്നുണ്ട്, ബാങ്കിൽ നിന്ന് ഇപ്പോൾ ഇൻട്രസ്റ്റ് കൂടി, ബാങ്കിൽ നിന്നും ലോൺ എടുത്തിട്ട്